നമ്മളെല്ലാവരും കാത്തിരുന്ന ബഡ്ജറ്റിംഗ് എത്തിപ്പോയി. അപ്പോൾ ഈ ബഡ്ജറ്റിൽ നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റ് ഇൻവെസ്റ്റേഴ്സ് എന്നുള്ള നിലയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, ഏതൊക്കെ സ്റ്റോക്കുകളിലാണ് പുതിയതായിട്ട് നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യേണ്ടത്, ഏതൊക്കെ സ്റ്റോക്കുകളിൽ ഇൻവെസ്റ്റ്മെൻറ്റാണ് നമ്മൾ കട്ട് ചെയ്യേണ്ടത് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വെൽക്കം. മോദി സർക്കാരിൻ്റെ 11ാമത്തെ ബഡ്ജറ്റാണ്. കഴിഞ്ഞ 10 ബഡ്ജറ്റിൽ എന്തൊക്കെ കാര്യങ്ങളാണ് മോദി സർക്കാർ ചെയ്ത് അതിൻ്റെ തുടർച്ച തന്നെയായിരിക്കും 11ാമത്തെ ബഡ്ജറ്റിലും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കം പോലുമില്ല. നമ്മുടെ നിർമ്മലാജിയുടെ 7ാമത്തെ ബഡ്ജറ്റാണ് ആക്ച്വലി വരാനായിട്ട് പോകുന്നത്. ഇതൊരു സർവ്വകാല റെക്കോർഡ് കൂടിയാണ്. അപ്പോൾ എന്താണ് ഈ ബഡ്ജറ്റിൽ നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിൽ പേടിപ്പെടുത്തുന്ന എന്തൊക്കെ കാര്യങ്ങളുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ തലയ്ക്ക് മുകളിൽ ഇങ്ങനെ ഒരു വലിയൊരു ബോംബ് ഇരിക്കുന്നുണ്ടെന്നുള്ളതാണ് ഈ ബഡ്ജറ്റിലെ ഏറ്റവും വലിയ കാര്യം. അതിൻ്റെ ഒന്നാമത്തെ ആ ഒരു ബോംബ് എന്ന് പറയുന്നത് ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ ടാക്സിനെ കുറിച്ചിട്ടാണ്. അതായത് ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് ഇപ്പോൾ 10% നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. ഈ 10% 20%-ത്തിലോട്ടെങ്ങാനും ഉയർത്തിക്കഴിഞ്ഞാൽ അത് സ്റ്റോക്ക് മാർക്കറ്റിന് വലിയൊരടിയായിരിക്കും. എല്ലാ സെക്ടറുകളും വലിയ പ്രോഫിറ്റ് ബുക്കിംഗ് നടക്കും. കാരണം FIAസും നമ്മുടെ റീറ്റെയിൽ ട്രേഡേഴ്സും പലരും സ്റ്റോക്ക് മാർക്കറ്റിൽ വലിയൊരു പാനിക് സെല്ലിംഗ് ചിലപ്പോൾ ഉണ്ടായേക്കാം. 10 മുതൽ 18% കറക്ഷൻ ഇത്തരത്തിലുള്ളൊരു പ്രഖ്യാപനം വന്നാൽ നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ കുറച്ച് നല്ല കാര്യങ്ങളുമുണ്ട്. ഇനി സ്റ്റോക്ക് മാർക്കറ്റിന് പ്രതീക്ഷ നൽകുന്ന മറ്റൊരു കാര്യം, ഇൻകം ടാക്സ് സ്ലാബിൽ 50,000 രൂപയുടെ ഒരു കുറവ് കൊണ്ടുവരും എന്നുള്ളൊരു പ്രതീക്ഷയാണ്. അത്തരത്തിലുള്ളൊരു കുറവ് കൊണ്ടുവന്നാൽ ആ ഫണ്ട് കൂടി മ്യൂച്വൽ ഫണ്ടിലോട്ട് വരാം. പഴയ റെജീമിലുള്ളവർക്ക് 18C പ്രകാരം ഒരു 50,000 രൂപയും പുതിയ റെജീമിന് ഡയറക്റ്റ് 50,000 രൂപയുടെ ഒരു റിഡക്ഷൻ ഉണ്ടാകുകയാണെങ്കിൽ ആ ഫണ്ട് ഉറപ്പായിട്ട് സ്റ്റോക്ക് മാർക്കറ്റിൽ വരികയും അത് സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ലിക്വിഡിറ്റി കൂടുതൽ ബൂസ്റ്റ് ചെയ്യുമെന്നുള്ള കാര്യത്തിന് ഡൗട്ടൊന്നുമില്ല. അപ്പോൾ അതും സ്റ്റോക്ക് മാർക്കറ്റിന് നല്ല ഒരു കാര്യമാണ്. ഇനി ഇതുകൂടാതെ F&O ട്രേഡിൻ്റെ ചിലവ് കൂട്ടും. അത് F&O ട്രേഡിങ്ങിന് നിയന്ത്രണങ്ങൾ കൊണ്ടുവരാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. അപ്പോൾ അത് ഡയറക്റ്റ്ലി സ്റ്റോക്ക് മാർക്കറ്റിനെ എഫക്റ്റ് ചെയ്യില്ല എങ്കിലും ലോങ് ടൈമിൽ സ്റ്റോക്ക് മാർക്കറ്റിന് അത് വളരെ നല്ലത് കൂടിയാണ്. ഇത് മൂന്നുമാണ് വളരെ ഇമ്പോർട്ടൻ്റ്ലി നമ്മൾ നോക്കേണ്ട സ്റ്റോക്ക് മാർക്കറ്റിനെ ഡയറക്റ്റ് എഫക്റ്റ് ചെയ്യുന്ന ഒരു കാര്യങ്ങൾ. ഇനി ഒരു ഗവൺമെൻറ്റിൻ്റെ പോളിസീസ് ഏതൊക്കെ സെക്ടറിനെയാണ് ബാധിക്കുക, ഏതൊക്കെ സെക്ടറിലാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടതെന്ന് നമുക്ക് വളരെ പെട്ടെന്ന് നോക്കുകയാണെങ്കിൽ മോദി സർക്കാർ കണ്ടിന്യൂസ് ആയിട്ട് ഏറ്റവും കൂടുതൽ സ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇൻഫ്രാസ്ട്രക്ചറിലാണ്. റോഡ്, റെയിൽ, എയർ, ഇങ്ങനെ 3 സെക്ടറുകളിൽ വളരെ മികച്ച ഇൻവെസ്റ്റ്മെൻറ്റ് ഈ തവണയും ഈ ഗവൺമെൻറ് കണ്ടിന്യൂ ചെയ്യും. അതിന് ചെയ്യാനുള്ള 2-3 എക്സ്ട്രാ സോഴ്സ് കൂടി ഈ ഗവൺമെൻറ്റിന് കിട്ടിയിട്ടുണ്ട്. ഒന്ന് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ നിന്ന് വലിയൊരു ഫണ്ട് ഡിവിഡൻ്റായിട്ട് കിട്ടി. അത് എക്സ്പെക്റ്റ് ചെയ്തതിനേക്കാളൊക്കെ ഒത്തിരി കൂടുതലാണ്. അപ്പോൾ അത് കിട്ടിയിട്ടുണ്ട്. രണ്ടാമതൊരു എക്സ്ട്രാ ഫണ്ട് എന്ന് പറയുന്നത് GST ഇൻകമാണ്. GST ഇൻകം എല്ലാ മാസവും എക്സ്പെക്റ്റ് ചെയ്യുന്നതിനേക്കാൾ കൂടുതലാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇതും എടുത്ത് അവർക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും. മൂന്നാമതായിട്ട് PSU സെക്ടറിൽ നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ കയ്യിലുള്ള സ്റ്റോക്കുകളുണ്ടല്ലോ, ഈ സ്റ്റോക്കുകൾ ഭയങ്കരമായിട്ട് ഉയർന്ന ഹൈ വാല്യുവേഷനിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. കാരണം നല്ല പ്രൈസിലാണ് നിൽക്കുന്നത്. ഗവൺമെൻറ് മിക്കവാറും ഈ സ്റ്റോക്കുകളെ ചെറുതായിട്ടൊക്കെ ഒന്ന് സെല്ല് ചെയ്ത് കുറച്ച് കാശാക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു 3 ലെവൽ ഓഫ് ഇൻകം ഗവൺമെൻറ്റിന് കിട്ടുകയും ഇത് ബഡ്ജറ്റിലൂടെ വാരി വിതറും എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചറിൽ ഏത് സ്റ്റോക്കിലാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് ഞാൻ ഇനി പ്രത്യേകിച്ച് നിങ്ങൾക്ക് പറഞ്ഞു തരണ്ടല്ലോ. നമ്മുടെ L&T തന്നെയായിരിക്കും അവിടുത്തെ പ്രധാനപ്പെട്ട ഫോക്കസ്. അപ്പോൾ L&T കൃത്യമായിട്ട് പരിശോധിക്കുക. നല്ല ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി ലോങ് ടൈമിൽ L&Tയിൽ കിട്ടും. L&T മാത്രമല്ല, ഇൻഫ്രാസ്ട്രക്ചറിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റ് പല സ്റ്റോക്കുകളും ഉണ്ട്. PNC ഇൻഫ്രാടെക് ഉൾപ്പെടെയുള്ള പല സ്റ്റോക്കുകളും അവിടെ നമ്മുടെ ഫോക്കസിൽ വരണം. നിങ്ങളൊന്ന് ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് നോക്കുക ഇൻഫ്രാസ്ട്രക്ചർ സെക്ടറിൽ നിന്ന്. ഇനിയും ഞാൻ PSU സ്റ്റോക്കുകളെ കുറിച്ച് പറഞ്ഞാൽ PSU സ്റ്റോക്കുകളിൽ ഇപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യണോ വേണ്ടയോ എന്നുള്ളൊരു ചോദ്യം നമ്മുടെ മുൻപിലുണ്ട്. അപ്പോൾ അത് വലിയൊരു ചോദ്യം തന്നെയാണ്. ഗവൺമെൻറ് PSU സ്റ്റോക്കുകൾ ചെറുതായിട്ട് സെൽ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റിൽ കൂടുതൽ സപ്ലൈ PSU സ്റ്റോക്കുകൾക്ക് വരികയും അത്തരത്തിലുള്ള സ്റ്റോക്കുകളിൽ ഒരു ചെറിയ പ്രൈസിൻ്റെ ഡ്രോപ്പ് ഉണ്ടാവുകയും ചെയ്യും. ലോങ് ടൈമിൽ അത് എഫക്റ്റ് ചെയ്യുന്ന കാര്യമല്ലെങ്കിലും ഷോർട്ട് ടൈമിൽ PSUവിൽ ഒരു ചെറിയ പ്രോഫിറ്റ് ബുക്കിംഗ് കാണുന്നത് ഈ ഒരു എക്സ്പെക്റ്റേഷനിലാണ്. അപ്പോൾ ഇതൊരു പ്രതീക്ഷയാണ്. ഈ പ്രതീക്ഷയ്ക്ക് വിപരീതമായി അവർ ഗവൺമെൻറ് വിൽക്കുന്നില്ല എന്നാണ് ബഡ്ജറ്റിൽ വരുന്നതെങ്കിൽ PSU സ്റ്റോക്കുകളിൽ വലിയൊരു അപ്സൈഡ് കാണാനായിട്ട് പറ്റും. അല്ല, ഗവൺമെൻറ് വിൽക്കുകയാണെങ്കിൽ ഒരു കുറച്ചുകൂടി ചെറിയൊരു ഡൗൺ സൈഡ് PSU സ്റ്റോക്കുകളിൽ നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ ഇൻഫ്രാസ്ട്രക്ചറിൽ ഒരു ശ്രദ്ധിക്കേണ്ട കാര്യമാണെങ്കിൽ ഇനി രണ്ടാമത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം റെയിൽവേ ആണ്. ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ ഭാഗം തന്നെയാണ്. റോഡിൻ്റെ കൂടെ തന്നെ റെയിൽവേ സെക്ടറിലും ഈ ഗവൺമെൻറ് വലിയ പ്രഖ്യാപനങ്ങളാണ് നടത്തുന്നത്. പ്രത്യേകിച്ച് ബീഹാറും ആന്ധ്രയും കേന്ദ്രീകരിച്ചിട്ടുള്ള റെയിൽ സെക്ടറിൽ ഒരു വലിയ കുതിച്ചുചാട്ടം തന്നെ നമുക്ക് കാണാം. അപ്പോൾ പല റെയിൽവേ IRCTC ഉൾപ്പെടെയുള്ള കണ്ടെയ്നർ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ഉൾപ്പെടെയുള്ള പല സ്റ്റോക്കുകളും ഭയങ്കര ഫോക്കസിലാണ്. ഓൾറെഡി ഹൈ വാല്യുവേഷനുള്ള പല സ്റ്റോക്കുകളും RVNL IRFCയും പോലുള്ള ചില സ്റ്റോക്കുകളിൽ പ്രോഫിറ്റ് ബുക്കിംഗ് നടക്കുന്നുണ്ടെങ്കിലും
റെയിൽവേയിൽ വാല്യുവേഷൻ ഇപ്പോൾ കുറഞ്ഞു നിൽക്കുന്ന നല്ല സ്റ്റോക്കുകൾ ഐഡൻറ്റിഫൈ ചെയ്ത് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ മികച്ച പ്രോഫിറ്റ്സ് നമുക്ക് നേടിയെടുക്കാനായിട്ട് പറ്റും. ഇനിയും ഗവൺമെൻറ്റിൻ്റെ മറ്റൊരു പ്രോജക്റ്റ് എല്ലാവർക്കും വീട് എന്നുള്ളൊരു പ്രോജക്റ്റാണ്, എല്ലാവർക്കും വീട്. അപ്പോൾ ഇത് വളരെ ഫോക്കസ്ഡ് ആയിട്ട് ഈ ഗവൺമെൻറ് കൊണ്ടുവരാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന റിയാലിറ്റി സെക്ടറിൽ നിൽക്കുന്ന DLF ഉൾപ്പെടെയുള്ള പല സ്റ്റോക്കുകൾക്കും ഇത് വളരെ പോസിറ്റീവാണ്. കാരണം എന്താ പറയുക, വീടുകൾ ഉണ്ടാക്കുമ്പോൾ സ്റ്റീല്, സിമൻറ്റ് സെക്ടറിനൊക്കെ ഇൻഡയറക്റ്റ്ലി ഒരു ജോലി കിട്ടുകയും അവിടെയൊക്കെ ഒരു ബൂസ്റ്റപ്പ് ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ എല്ലാവർക്കും വീടെന്നുള്ള നല്ല ആശയം ഗവൺമെൻറ് മുന്നോട്ട് കൊണ്ടുവരികയാണെങ്കിൽ ഇത്തരത്തിലുള്ള സെക്ടറുകളിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. അതുപോലെ തന്നെ ഗവൺമെൻറ് എല്ലാ ലോകരാജ്യങ്ങളിലെ എല്ലാ ഗവൺമെൻറ്റിൻ്റെയും പ്രധാനപ്പെട്ട ഒരു ഫോക്കസ് നമുക്കറിയാം റിന്യൂവബിൾ എനർജി അല്ലേ. റിന്യൂവബിൾ എനർജിയിൽ കൂടുതൽ ഫോക്കസ് വരും. എനിക്ക് ഈ തവണ റിന്യൂവബിൾ എനർജിയുടെ കൂടെ തന്നെ ഫോക്കസ് ചെയ്യേണ്ട മറ്റൊരു സെക്ടർ എനിക്ക് ഫീൽ ചെയ്തത് CNG ആണ്. CNG ബൈക്കുകളും CNG കാറുകളും ഈ അടുത്ത ഒരു 5 വർഷം ചിലപ്പോൾ ഗവൺമെൻറ് ചെറുതായിട്ട് പ്രൊമോട്ട് ചെയ്തേക്കാം. അങ്ങനെയാണെങ്കിൽ ഓൾറെഡി CNG ബൈക്ക് ഇറക്കിയ ബജാജ് ഓട്ടോ ഫോക്കസിലായിരിക്കും CNG ബൈക്കുകൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഒരു സബ്സിഡിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കമൻറ്റോ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ബജാജ് ഓട്ടോയ്ക്ക് വലിയ പോസിറ്റീവായിരിക്കും. മറ്റ് കമ്പനികളും ഇത്തരത്തിലുള്ള CNG ബൈക്കുകളുമായിട്ട് വന്നേക്കാം. അപ്പോൾ അത് കണ്ട് നമ്മൾ അത്ഭുതപ്പെടേണ്ടതില്ല. അപ്പോൾ ഈ ഒരു സ്റ്റോക്കിനെ നിങ്ങളൊന്ന് നോക്കി വെച്ചേക്കാം. അപ്പോൾ അതുപോലെ തന്നെ ഈ റിന്യൂവബിൾ എനർജിയിലെ മറ്റ് സ്റ്റോക്കുകളും ഈ ഒരു ബുൾ റാലി കൃത്യമായിട്ട് കണ്ടിന്യൂ ചെയ്യും. പ്രത്യേകിച്ച് അതിൻ്റെ അകത്തൊരു നെഗറ്റീവ് ഒന്നും ഉണ്ടാവില്ല. സുസ്ലോൺ എനർജി ഉൾപ്പെടെയുള്ള നമുക്കറിയാം എല്ലാവർക്കും ഫേവറേറ്റ് സ്റ്റോക്കുകളായിട്ടുള്ള പല സ്റ്റോക്കുകളും അതിൻ്റെ അകത്തുണ്ട്. ആ സ്റ്റോക്കുകളൊക്കെ ഒരു ബുൾ റാലി കണ്ടിന്യൂ ചെയ്യാനുള്ള സാധ്യതയാണ് നമുക്ക് കാണേണ്ടത്. എന്നാൽ ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ ടാക്സിൻ്റെ അകത്ത് എന്തെങ്കിലും ചേഞ്ച് ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ പറഞ്ഞതെല്ലാം ഓപ്പോസിറ്റ് ആകും. ഇനി എത്ര പോസിറ്റീവ് എവിടെയൊക്കെ വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാലും എല്ലാ സ്റ്റോക്കുകളിലും ഒരു സെൽ ഓഫ് വരും. ഇനി പ്രതിരോധ മേഖല, ഡിഫൻസ് സെക്ടർ ഒരു അസാധ്യ റാലി നടത്തിയ സെക്ടറാണ്. പക്ഷേ ഇന്ത്യ ഗ്രോ ചെയ്യുമ്പോൾ നമുക്കിപ്പുറത്ത് ശത്രുക്കൾ കൂടി വരുന്നു എന്നുള്ളത് നമ്മൾ കാണണം. കാരണം നമ്മൾ പണ്ട് ഒരു ചേരിയിലും അല്ലാതെ ഒരു രാജ്യത്തിൻ്റെ കൂടെയും അല്ലാതെ നിൽക്കുന്നൊരു സാഹചര്യമായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ അവസരം നിങ്ങൾ നോക്കൂ, ഇന്ത്യ ഏതെങ്കിലും ഒരു സൈഡിലോട്ട് ചേർന്ന് വരുന്നു, മറ്റേ സൈഡിനെ വെറുപ്പിക്കാതെ ഇങ്ങനെ നിൽക്കുന്ന ഒരു നൂൽപ്പാലത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അപ്പോൾ റഷ്യയുടെ കേസാണെങ്കിലും ഇപ്പോഴത്തെ അമേരിക്കയുടെ കേസാണെങ്കിലും നമ്മൾ അങ്ങനെ ഒരു സിറ്റുവേഷനിലൂടെയാണ് കടന്നു പോകുന്നത്. അപ്പോൾ നമ്മൾ ഡിഫൻസിൽ കുറച്ച് വീക്കായിട്ടുള്ള കൺട്രി ആണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പലരും നമ്മുടെ അടുത്ത് ഒരു ഡിപ്ലോമാറ്റിക് പോളിസീസ് ഒന്നും എടുക്കില്ല, പ്രശ്നങ്ങളുണ്ടാക്കും. അപ്പോൾ നമ്മൾ വളരെ ഡിഫൻസിൽ സ്ട്രോങ് ആണെന്ന് കാണിക്കാനും നമുക്ക് ഇൻഡിജീനിയസ് ആയിട്ട് ഡിഫൻസ് ഡെവലപ്പ് ചെയ്യാനും സാധിക്കുന്നു എന്ന് മറ്റ് രാജ്യങ്ങളെ ധരിപ്പിക്കാനും സാധിച്ചാൽ മാത്രമാണ് നമുക്ക് ഈ നൂലുമേൽ കളി കളിക്കാനായിട്ട് പറ്റത്തുള്ളൂ. നമുക്ക് റഷ്യനെയും അമേരിക്കനെയും ഒരുപോലെ പിടിച്ചു നിർത്തി നമ്മുടെ ഡിസിഷൻസിന് വേണ്ടിയിട്ട് അവരെ ഉപയോഗിക്കാനും നമുക്ക് സാധിക്കുള്ളൂ. അപ്പോൾ നമ്മൾ ഡിഫൻസ് സെക്ടറിൽ ഗവൺമെൻറ് നല്ല രീതിയിൽ ബഡ്ജറ്റ് മാറ്റിവെക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ BEL അതുപോലെ ഹിന്ദുസ്ഥാൻ എയറോണി, HAL അതുപോലെ തന്നെ BDL ഉൾപ്പെടെയുള്ള പല സ്റ്റോക്കുകളിലും നമുക്ക് ഈ ഒരു ബുൾ റാലി കണ്ടിന്യൂ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പ്രധാനപ്പെട്ട് നമുക്ക് ഈ തവണത്തെ ബഡ്ജറ്റിൽ ശ്രദ്ധിക്കേണ്ടത്. ഇനി എല്ലാം നിർമ്മലാജിയുടെ കയ്യിലാണ് ഇരിക്കുന്നത്. നമുക്ക് നല്ലതിന് വേണ്ടി മാത്രം പ്രതീക്ഷിക്കാം. ബാഡായിട്ടുള്ള ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് വരാതിരിക്കട്ടെ എന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. സോ ബഡ്ജറ്റ് ഡേയിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം.